മൂകാംബിക ക്ഷേത്രത്തിൽ വരുമ്പോ എപ്പോഴും ആഗ്രഹിക്കും കുടജാദ്രിയിലോട്ടൊന്ന് പോകാൻ. പക്ഷേ ഇന്നാണ് അതിന് സാധിച്ചത്. ഇവിടുന്ന് ജീപ്പിലാണ് അങ്ങോട്ട് പോകേണ്ടത്. ജീപ്പിന് ഒരാൾക്ക് 500 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇത് ശരിക്കും കാട്ടിനകത്തുകൂടെയുള്ള ഒരു യാത്രയാണ്. ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ്. വെള്ളം ആവശ്യമുള്ളവർ വാങ്ങി വെക്കാൻ പറഞ്ഞു. വീണ്ടും യാത്ര തുടർന്നു. കർണാടക ഫോറസ്റ്റ് വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ആണിത്. ഇവിടുന്ന് ഓരോരുത്തരും പാസ് എടുക്കണം. അതിനുള്ള കാശ് നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോ റോഡില്ല, പകരം കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ കുഴിയുമൊക്കെ ഉള്ള ചെറിയൊരു വഴിയാണ്. മലമുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീപ്പിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ ശരിക്കും ഈ യാത്രയുടെ കാഠിന്യം അറിയും. ഇവിടുന്ന് നടന്ന് മല കയറാൻ താല്പര്യമുള്ളവർക്ക് നടന്നു വേണമെങ്കിലും കയറാം. കർണാടക വനം വകുപ്പിന്റെ അനുമതി ഉണ്ടെങ്കിൽ അതിനും സാധിക്കുന്നതാണ്. ശ്രീ ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ് ഈ കുടജാദ്രി മലനിരയിലെ സർവജ്ഞ പീഠം എന്ന് പറയുന്ന സ്ഥലം. ഈ ജീപ്പ് ഡ്രൈവർമാരെ സമ്മതിക്കണം. വളരെ കഠിനമാണ് ഇവിടെ കൂടി ജീപ്പ് ഓടിക്കുക എന്നുള്ളത്. ഇതിന്റെ 2 സൈഡിലും ഒക്കെയാണ്, നല്ലൊരു റോഡില്ല. വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ ഈ യാത്ര. മൂകാംബിക ക്ഷേത്രത്തിൽ വരുന്നവർ ഒരിക്കലെങ്കിലും ഈ കുടജാദ്രി മലനിരയിലെ സർവജ്ഞപീഠം ഒന്ന് സന്ദർശിക്കണം. ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്നാണ് പോകേണ്ടത്. കുത്തനെയുള്ള മലകളാണ്, അതുവഴി നടന്നു വേണം കയറേണ്ടത്. ഇതാണ് സർവജ്ഞ പീഠം. ഇവിടെയാണ് ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ചത്. എന്തായാലും ഈ യാത്ര അതിമനോഹരമായിരുന്നു. അപ്പോ ഇനി അടുത്തൊരു യാത്രയിൽ കാണാം. അതുവരെ ബൈ. MBM Malayalam Beats Mumbai.